ഹായ് ഫ്രണ്ട്സ്, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു JMJ. മൂന്ന് സിനിമകളെ കുറിച്ച് മാത്രമാണ് പറയാനുള്ളത്. പെട്ടെന്ന് പറയാം. അതിൽ ആദ്യത്തേത് മേനെ പ്യാർ കിയ. മേനെ പ്യാർ കിയ. ഓക്കെ, അപ്പോ അതിന്റെ ഒരു പോസ്റ്റർ വന്നിട്ടുണ്ട്. ഇതാണ് പോസ്റ്റർ വന്ന് മിനിറ്റുകൾക്കകം തന്നെ ഇത് വൈറലായിട്ടുണ്ട്. ഒരുപാട് ആളുകൾ ഇത് വളരെ പ്രതീക്ഷയോടെ കാണുകയും പല സിനിമകളുമായിട്ട് ഇങ്ങനെ കമ്പയർ ചെയ്ത് നോക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഈ ഒരു ലുക്കും ഇതൊക്കെ കണ്ടിട്ടായിരിക്കും. കാരണം കണ്ടു കഴിഞ്ഞാൽ കല്യാണ നിശ്ചയം കഴിഞ്ഞ് അല്ലെങ്കിൽ കല്യാണത്തിന്റെ അന്ന് സംഭവിച്ചിട്ടുള്ള എന്തോ ഒരു സംഭവം എന്നുള്ളതാണ് അറിയാം. ഇവന്റെ ചെക്കന്റെ ഡ്രസ്സിലാണെങ്കിൽ ഇവൻ പൊളിയാട്ടോ, അവൻ കയറി കയറി എവിടെ വരും നമുക്ക് അറിയാം. ഋതു ഹറൂൺ ആൻഡ് പ്രീതി മുകുന്ദൻ സൈർ പ്രൊഡക്ഷൻ പ്രസൻസ് മേനെ പ്യാർ കിയ. ഓക്കെ, റിട്ടൺ ആൻഡ് ഡയറക്ഷൻ ഫൈസൽ ഫസിലുദ്ദീൻ, പ്രൊഡ്യൂസ് സഞ്ജു ഉണ്ണിത്താൻ. ഓക്കെ, കൊള്ളാം. എന്തായാലും ഇത് കണ്ടു കഴിഞ്ഞാൽ ഇവിടെ കല്യാണപ്പന്റെ കയ്യിൽ, അങ്ങനെ തന്നെ വിചാരിക്കുന്നു, കല്യാണം തന്നെ ആയിരിക്കും, കല്യാണപ്പന്റെ കയ്യിൽ ഒരു കത്തിയൊക്കെ ഉണ്ട്. ഇത് ഏറ്റവും കൂടുതൽ ഏതൊരാൾക്കും ആ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ആദ്യം മനസ്സിലേക്ക് വരുന്ന പേര് എന്ന് പറയുന്നത് റെഡി ഓർ നോട്ട് ആയിരിക്കും. എന്റെ ഗംഭീര പടം കണ്ടിട്ടില്ലാത്തവർ നിർബന്ധമായിട്ടും കാണുക. അത്ര കിടലം പടം. അത് കണ്ടിട്ടുള്ള ആളുകൾ ആ സിനിമ മറക്കൂല. അമ്മാതിരി സീൻസാണ് അതിൽ നടക്കുന്നത്. അതൊരു കല്യാണത്തിന്റെ അന്ന് ആ ഫാമിലിയിൽ ചില വിചിത്രമായ ആചാരങ്ങളൊക്കെ ഉണ്ട്. ഒരു ഗെയിം തിരഞ്ഞെടുക്കണം, എന്നിട്ട് ആ ഗെയിം കളിക്കണം. ആ ഗെയിമിൽ ജയിച്ചാൽ മാത്രമേ കൂടെ ജീവിക്കാൻ പറ്റുള്ളൂ. അങ്ങനത്തെ ഒരു പരിപാടിയാണ്. അപ്പൊ അവർ തിരഞ്ഞെടുക്കുമ്പോൾ അവർക്ക് ഹൈഡ് ആൻഡ് സീക്ക് കിട്ടും. ഒളിച്ചിരിക്കുക, കണ്ടുപിടിക്കുക, സാറ്റ് കളി. അപ്പൊ അത് പിന്നെ ഓക്കെ, സിമ്പിൾ എന്നൊക്കെ പറഞ്ഞു കേൾക്കും. പക്ഷെ കളി തുടങ്ങി വെക്കുമ്പോൾ സീരിയസ് ആയിരിക്കും. ഫുള്ള് വെടിപ്പും കൊല്ലലും ഹമ്പും ചോരയും. ഭയങ്കരമായ പടം. ബെസ്റ്റ് അഡ്വഞ്ചർ മൂവിയാണത്. അങ്ങനെ അതാണ് ഇതിലേക്ക് ഓർമ്മ വരുന്നത്. കാരണം ഇവന്റെ ഡ്രസ്സിൽ ചോര, ഇവന്റെ കയ്യിൽ ഇതൊക്കെ ഉണ്ടപ്പോൾ എന്തോ ഒരു സംഭവം അതായിട്ട് കണക്ട് ചെയ്യുന്ന പറഞ്ഞാൽ അങ്ങനെ സിനിമ വരുന്നല്ല പറയുന്നത്. പക്ഷെ ഇതുപോലെ എന്തോ ഒരു സംഭവമാണ് വരുന്നത്. അതൊരു കല്യാണപ്പടം അല്ല എന്നാണ് പറഞ്ഞു വരുന്നത്. അപ്പൊ ആ രീതിയിൽ തന്നെ വലിയ ചർച്ചയായിട്ടുണ്ട് സിനിമ. ഞാനും വളരെ എക്സൈറ്റഡ് ആണ് അടുത്ത അപ്ഡേറ്റുകളൊക്കെ എന്താണ് അതിനെ കുറിച്ച് വരുന്നത് എന്നറിയാൻ വേണ്ടിയിട്ട്. ഇനി പറയാനുള്ളത് ഒരു എക്സ്ക്ലൂസീവ് സാധനമാണ്. അത് KGF 3. KGF 1ഉം 2ഉം കണ്ടിട്ടുള്ള ആളുകൾ തീർച്ചയായിട്ടും കാത്തിരിക്കുന്ന സിനിമയാണ് KGF 3. കാരണം ആ കടലിന്റെ അടയ്ക്ക് കപ്പലിൽ നിന്ന് അങ്ങോട്ട് താഴത്തേക്ക് പോകണത് മാത്രമേ കാണിച്ചുള്ളൂ നമ്മളെ പയ്യൻ റോക്കി ബൈ ഇനി ഉയർത്തെഴുതിയിട്ട് വരുമോ, എന്താണ് സംഭവിക്കുക, പുള്ളിനെ സഹായിക്കാൻ ആരെങ്കിലും വരുമോ, എന്തൊക്കെ ഇപ്പൊ ഉണ്ടായത് തുടങ്ങിയിട്ടുള്ള പല ചിന്തകൾ എല്ലാവരുടെയും മനസ്സിലുണ്ടാവും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇപ്പൊ ഒരു ന്യൂസ് വരുന്നത്. ജസ്റ്റിൻ അജിത് കുമാർ മൈ ജോയിൻ ദ KGF യൂണിവേഴ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. KGF യൂണിവേഴ്സിൽ അജിത് കുമാർ ജോയിൻ ചെയ്യാൻ പോകുന്നു. ഇത് കുറെ മുമ്പ് തന്നെ വലിയ രീതിയിൽ റൂമേഴ്സ് കേട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അത് ഒതുങ്ങി. പക്ഷെ ഇപ്പോ അത് ഏകദേശം ഒരു 90% ഉറപ്പാണെന്ന രീതിയിലാണ് വാർത്തകൾ വരുന്നത്. ഇങ്ങനെയാണ് ഇത് വാർത്ത വന്നിട്ടുള്ളത്. ഞാൻ വായിക്കാം. അജിത് കുമാർ ഈസ് ഇൻ ടോക്ക് ടു കൊളാബറേറ്റ് വിത്ത് പ്രശാന്ത് നീൽ ഓൺ 2 films. The first is a standalone project, while the second may lead into KGF Chapter 3. An official announcement is expected soon എന്നാണ് പറഞ്ഞത്. പ്രശാന്ത് നീലുമായിട്ട് ഒരു സ്റ്റാൻഡലോൺ മൂവി ഉണ്ട്. അതല്ലാതെ രണ്ടാമത് പറഞ്ഞു കേൾക്കുന്നത് KGF 3 എന്ന രീതിയിലാണ്. അപ്പൊ KGF 3 വന്നാൽ സൂപ്പർ ആയിരിക്കും. പുള്ളിക്ക് ഈ ഗുഡ് ബാഡ് അഗ്ലി നെഗറ്റീവ്സും പോസിറ്റീവും കേൾക്കുന്നുണ്ടെങ്കിലും പുള്ളിന്റെ ഒരു സ്വാഗ് ഉണ്ടല്ലോ, അതൊക്കെ പ്രശാന്ത് നീലിന്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ഗംഭീരമായിട്ട് പുള്ളി യൂസ് ചെയ്യും. ഒരു ഡൗട്ടും വേണ്ട. എന്തായാലും പ്രശാന്ത് നീലിന്റെ എക്കാലത്തെയും ബെസ്റ്റ് മൂവി ആയിട്ട് കിടക്കാൻ പോകുന്നത് KGF ആയിരിക്കാം. അതിനാണ് സാധ്യത. അതിന് മുകളിലുള്ള സിനിമ ഇനി പുള്ളി ചെയ്യട്ടെ. കാരണം സലാറൊക്കെ വന്നപ്പോൾ അത്ര വലിയ രീതിയിൽ ആളുകൾക്ക് അങ്ങോട്ട് പിടിച്ചിട്ടില്ല. കാരണം KGF മറ്റൊരു രീതി, അവിടെ സ്വർണ്ണമാണെങ്കിൽ ഇവിടെ വെള്ളി എന്ന രീതിയിൽ ആളുകൾ എടുത്തിട്ടുണ്ട്. എന്തായാലും നമുക്ക് കണ്ടറിയാം. ഇപ്പൊ KGF അജിത് കുമാർ ഉണ്ട് എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. അല്ലാതെ പല പേരുകളും കേൾക്കുന്നുണ്ടെങ്കിലും ഇത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള റൂമറാണ്. എത്രയും പെട്ടെന്ന് അതിന്റെ ഒഫീഷ്യൽ അപ്ഡേറ്റ് വരും എന്ന് നമ്മൾ വിചാരിക്കുന്നു. ഇനി പറയാനുള്ളത് തുടരും എന്ന സിനിമയെ കുറിച്ചാണ്. തുടരും എന്ന് പറഞ്ഞ സിനിമയുടെ ഒരു പോസ്റ്റർ ഇവിടെ വന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം വന്നതായിരുന്നു. ഇത് 25/4/25 എന്ന് പറഞ്ഞിട്ട് നമ്മുടെ എന്താ പറയാ മണിയും പിള്ള രാജുവൊക്കെ ആയിട്ട് നിൽക്കുന്നത്. ഇതാണ് കുട്ടിച്ചൻ എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എല്ലാ സമയത്തും ഈ തുടരും എന്ന് പറഞ്ഞ സിനിമയെ കുറിച്ച് പറയുമ്പോഴൊക്കെ ആ ഡയലോഗ് പറയുന്നുണ്ട്. മഴ നനയലല്ലോ കുട്ടിച്ച, എന്നെ നനയിപ്പിച്ചതല്ലേ എന്ന രീതിയിലൊരു ഡയലോഗ് ഉണ്ടല്ലോ. കറക്റ്റ് എക്സാക്ട് ഡയലോഗ് ഇങ്ങനെയല്ല. പക്ഷെ ആ സമയത്ത് ഉണ്ടായിരുന്ന നോട്ടും ചിരിയും സതയം നമുക്ക് ഫീൽ ചെയ്തൊരു മൊമെന്റ് ആണത്. അപ്പോൾ ഗംഭീരമായിട്ടുള്ള ഒരു ക്യാരക്ടറായിരിക്കും കുട്ടിച്ചന്റെ എന്ന് എനിക്ക് തോന്നുന്നു. ഐ മീൻ ഇദ്ദേഹമായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന. കാരണം ഇത് ഡ്രസ് കണ്ടാൽ തന്നെ അറിയാം. സെർവോന്റെ ബനിയനും കയ്യിൽ എന്താണ് അരവണയാണ്, വേറെ പൈസ എന്തുണ്ട് കയ്യില്. ഓക്കെ, എന്തായാലും ആ ഒരു കണ്ട വർക്ക്ഷോപ്പിലെ ആശാൻ അങ്ങനത്തെ ഒരു കഥാപാത്രം തോന്നുന്നു. അപ്പൊ ആ അംബാസഡർ എല്ലാ സമയത്തും കൊണ്ടുകൊടുക്കുന്ന, നന്നാക്കാനും മറ്റു കാര്യം കൊണ്ടുകൊടുക്കുന്ന ഇയാളുടെ അടുത്തേക്കായിരിക്കും. ഇയാളായിരിക്കും ആ വണ്ടിയൊക്കെ നന്നാക്കുന്നതും കെയർ ചെയ്യുന്നതും ഒക്കെ. കാരണം ഇദ്ദേഹത്തിന്റെ ലാലേട്ടന്റെ ഈ കഥാപാത്രത്തിന്റെ ജീവിതത്തിലെ ഒരു അംഗമാണ് ഈ അംബാസഡർ എന്നുള്ളത്. സോ ആ പോസ്റ്റർ നല്ല രസമുണ്ട് കാണാൻ. ഇനി പറയാൻ ഒരു പടം കൂടി ഉണ്ട്. ആക്ച്വലി 4 പടം ഉണ്ടായിരുന്നു. എനിക്ക് ചെറുതായിട്ട് മാറിപ്പോയതാണ്. കാരണം 4ാമത്തെ പടം എന്നത് ഹൃദയപൂർവ്വമാണ്.
ഹൃദയപൂർവ്വത്തിന്റെ പാട്ടിന്റെ സോങ് ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ കുറച്ച് പിക്ചേഴ്സ് വന്നിട്ടുണ്ട്. എന്താ പറയുക, മെട്രോയിലൊക്കെയാണ് പരിപാടി. ട്രെയിനിൽ നിൽക്കുന്നതും സത്യൻ അന്തിക്കാട് എന്തോ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നതൊക്കെയാണെന്ന് തോന്നുന്നു. എന്തായാലും 1-2 ഫോട്ടോസ് അതിന്റെ വന്നിട്ടുണ്ട്. അതിന്റെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണത്, അതല്ലാതെ കളർഫുൾ ആയിട്ടുള്ള ഒരു ഫോട്ടോ വന്നിട്ടുണ്ട്. ലാലേട്ടൻ വളരെ രസമായിട്ട് തന്നെ ഇതിൽ ഫീൽ ചെയ്യുന്നുണ്ട്. ലുക്കിൽ ഈ താടിയൊക്കെ ഒന്ന് നന്നായിട്ട് കുറച്ച് ട്രിം ചെയ്ത് വന്നതുകൊണ്ട് തന്നെ ഒരു ഡിഫറൻസ് ഫീൽ ചെയ്യുന്നുണ്ട്. മറ്റേ നിറച്ച് താടി താടിനെ പിന്നെയും പറയാൻ കാര്യമില്ല, കാരണം എന്താ താടി ആർക്കടാ പ്രശ്നയും ചോദിച്ചിട്ടുണ്ട് ഒരു തുടരും ലാലേട്ടൻ. അപ്പൊ എന്തായാലും പ്രശ്നമൊന്നുമില്ല, പക്ഷെ ഇതൊരു വെറൈറ്റി നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇനി മെല്ലെ മെല്ലെ ആ ഇപ്പൊ കുറ്റിയാക്കിയത് ട്രിം ചെയ്തത് മുഴുവനായിട്ട് പഠിച്ച് ക്ലീൻ ഷേവിലും പുള്ളി വരും. അപ്പൊ കുറ്റം പറഞ്ഞവരുടെയൊക്കെ അണ്ണാക്കിൽ തറും എന്ന് തോന്നുന്നു. എന്തായാലും കൊള്ളാം. ഇത്ര അപ്ഡേറ്റ് ആണ് പറയാനുള്ളത്. എന്നാ ചേട്ടൻ പോട്ടെ.